കൂട്ടാൻ വയ്ക്കാൻ മടിയുള്ളപ്പോഴും പിന്നെ എന്തെങ്കിലും ഒരു ഇടയ്ക്കൊരു വെറൈറ്റി പോലെ കഴിക്കണം തോന്നുമ്പോഴൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു പുലാവോ ബിരിയാണിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും പേര് പറയാം. വെജിറ്റബിൾസ് എല്ലാം കൂടി അരി ചേർത്ത് വേവിച്ചെടുക്കുക. എളുപ്പപ്പണിയാണല്ലോ. അപ്പോൾ സൈഡ് ആയിട്ടൊന്നും വേണ്ട, ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം അങ്ങനെ ഞാൻ ഉണ്ടായിരുന്ന ക്യാരറ്റ്, ഉരുളക്കിഴങ്ങും ബീൻസിന് പകരം 2-3 അച്ചിങ്ങ, പിന്നെ ക്യാബേജ്, കോളിഫ്ലവർ എല്ലാം കൂടി നന്നാക്കിയെടുത്ത് കുക്കറിലേക്ക് ഇട്ടിട്ട് അരി ബാസ്മതി അരിയാണ് വേണ്ടത്. പക്ഷേ ഇതൊരു ലോക്കൽ അരി നമുക്കൊരു ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ്. കുറച്ച് സാധനങ്ങൾ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് മേടിച്ചപ്പോൾ അത്ര നല്ല അരിയൊന്നുമല്ല, പക്ഷേ ഒരു പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ അതെല്ലാം കൂടി നന്നാക്കി കഴുകി കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു. കടുക്, പെരിഞ്ജീരകം, ബേ ലീഫിൻ്റെ ഒരു കഷ്ണം, പിന്നെ മസാലക്കൂട്ടെല്ലാം കൂടി ഓരോന്ന്, കറുകപ്പട്ട, പിന്നെ വലിയ ഏലക്കായ, പിന്നെ ജാതിപത്രി, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ, അതെല്ലാം കൂടി ഓരോന്നേ ഇട്ടിട്ടുള്ളൂ. അതിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും സവാള അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തത്, പിന്നെ ഉപ്പും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴണ്ടി വരുമ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ തക്കാളി, എല്ലാം കൂടി ഒന്ന് ഇളക്കി മഞ്ഞൾപ്പൊടി ഇടണം, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് ഈ അരി നേരത്തെ ഒന്ന് കഴുകി വച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ അരിയും അങ്ങനെയാണല്ലോ, ബാസ്മതി അരിയൊക്കെ അങ്ങനെ കഴുകി കൂടെ ഒരു 5-10 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ഇതാവും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ആ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള വീട്ടിൽ എത്ര ആളുണ്ട് അതനുസരിച്ചിട്ടുള്ള അരിയാണ് കേട്ടോ എടുക്കുന്നത്. കരിവേപ്പിലയാണ് ഇട്ട് കൊടുത്തത്, മല്ലിയില ഉണ്ടായിരുന്നില്ല. മല്ലിയിലയും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. മല്ലിയിലയാണ് ഒന്നുകൂടി ടേസ്റ്റ് വരിക, അപ്പോൾ ഞാൻ കരിവേപ്പില ഇട്ടുള്ളൂ. എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മളെടുക്കുന്ന അരിയുടെ ഇരട്ടി വെള്ളമാണ് എടുക്കുന്നത്. അടച്ചു വെച്ച് ചെറിയ തീയിൽ 2 വിസിൽ. ചില അരി പെട്ടെന്ന് വെന്തു പോകും, അത് നമുക്കറിയാൻ പറ്റില്ലല്ലോ. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന അരിയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയത് കൊണ്ടാണ് എനിക്കത് അതിനെപ്പറ്റി അറിയാതെ പോയത്. അപ്പോൾ അരിയുടെ വേവ് അനുസരിച്ചിട്ട് നമ്മളത് വിസിൽ ഇതാകേണ്ടി വരും. ഇതിപ്പോൾ 2 വിസിൽ അടിച്ചപ്പോഴത്തേക്കും തന്നെ ഇത്തിരി കൂടി നല്ലോണം ഒന്ന് ഇതായി വെന്തു.
പക്ഷെ കുഴപ്പമില്ല, നമുക്ക് കഴിക്കാൻ പാകത്തിനായി.